യെസ്, അപ്പോൾ നമ്മൾ എക്സാമിങ് അടുത്തെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും സ്റ്റഡീസൊക്കെ ആയിട്ട് ഫുൾ ബിസി ആണെന്ന് മിസ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, പ്ലാൻ ഉണ്ടെങ്കിൽ സംഗതികളൊക്കെ സെറ്റ് ആവുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് പ്ലാൻ ആണ് മിസ് ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. റെഡി? യെസ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എത്ര ചാപ്റ്റേഴ്സാണ് സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത്. 12ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഏത് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് കാര്യം മനസ്സിലാക്കണം അല്ലേ. അപ്പം മിസ് ഒരു അനാലിസിസ് നടത്തിയപ്പോൾ 2023-24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. അതായത് 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 12 ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരണം എന്നില്ല അല്ലേ. അപ്പോൾ ഈ 2023-24 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മിസ് മനസ്സിലാക്കിയത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ആക്ടിവിറ്റി വന്നിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് വരാറ് ക്വസ്റ്റ്യൻസ്? ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നത് മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ വന്നത്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ടാവും, ആനുവൽ എക്സാം ആയില്ലേ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊന്നും ഇനി ചോദിക്കലുണ്ടാവില്ല, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള കാര്യം പഠിച്ചാൽ മതി എന്നുണ്ടാവും. പക്ഷേ ആ ഒരു ധാരണ നിങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, പിന്നീട് വന്ന ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്? വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസിൽ നിന്നല്ലേ. അതിൽ നിന്നും ഒരു ആക്ടിവിറ്റി തന്നെയാണ് വന്നത്. പിന്നെ മറ്റൊരു ആക്ടിവിറ്റി വന്നത് നമ്മുടെ മിഡീവൽ വേൾഡിൽ നിന്നും, അതേപോലെ ഒരു ആക്ടിവിറ്റി മിഡീവൽ കേരളയിൽ നിന്നും. പിന്നെ 2 ആക്ടിവിറ്റീസ് ആണ് ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. 2 ആക്ടിവിറ്റി തന്നെ ഒരു എക്സാമിന് ചോദിച്ചതായിട്ട് കാണാം. പിന്നെ ഡൈവേഴ്സിറ്റി ഓൺ സോഷ്യൽ ലൈഫ് ആൻഡ് ലാസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഓഫ് നാച്ചറിൽ നിന്നും ഓരോ ആക്ടിവിറ്റീസ് വീതമാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് മുമ്പുള്ള ചാപ്റ്ററിന് വലിയ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിലും പോലും അതിൽ നിന്നും എന്ത് വരും? ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുകൂടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് മുമ്പുള്ള ഒരു 5-6 വർഷത്തെ പേപ്പർ മിസ് നോക്കിയപ്പോൾ മിസ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടോ, 10, 11, 12. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് ആവട്ടെ, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് ആവട്ടെ, ഗിഫ്റ്റ് ഓഫ് നാച്ചർ ആവട്ടെ, ഈ 3 ചാപ്റ്റേഴ്സും സ്ഥിരമായിട്ട് എന്ത് വരാറുണ്ട്? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്റേഴ്സിന് കൊടുക്കണം. അത് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കരുത് എന്നല്ല. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് കൂടുതൽ ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ അതുപോലെ തന്നെ മിഡീവൽ കേരള ആവട്ടെ, മിഡീവൽ വേൾഡ് ആവട്ടെ, പിന്നെ നമ്മുടെ മിഡീവൽ ഇന്ത്യ ആൻഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ ആവട്ടെ, ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതലും ഈ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിത്തം തുടങ്ങാം. ഓക്കെ, ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ മാർക്സിന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാറ്, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറ്? 8 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവാറ്. 8 ആക്ടിവിറ്റീസ് അല്ലേ. 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതിൽ നിന്ന് എല്ലാം നിങ്ങൾ എഴുതേണ്ടതുണ്ടോ? ഇല്ല, ഇതിൽ നിന്ന് വെറും 6 ആക്ടിവിറ്റീസ്. ഓക്കെ, 6 ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ബാക്കി 2 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വെറും 6 ആക്ടിവിറ്റീസ് മാത്രം മക്കളെ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഓരോ ആക്ടിവിറ്റിയിലും ഓപ്ഷൻ എ, ഓപ്ഷൻ ബി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എ ഓപ്ഷനിൽ നിന്ന് കൂടുതൽ മാർക്ക് ചോദിക്കാറ് ഒരു 3 to 4 മാർക്സിനായിരിക്കും. ഓപ്ഷൻ ബിയിൽ നിന്ന് 1 to 2 മാർക്സിനും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓപ്ഷൻ ബി കൂടുതൽ മിസ് പറഞ്ഞാലോ 1 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കും അല്ലേ. ടോട്ടലായിട്ടാണ് നമുക്ക് 2-നും 5 മാർക്ക് വരിക. ഓക്കെ, അതായത് ഓപ്ഷൻ എ ഇപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റീൻ്റെ ഓപ്ഷൻ എ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി 2 മാർക്കിനായിരിക്കും. ഇനി ഓപ്ഷൻ എ 4 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ബി 1 മാർക്കിനായിരിക്കും. അപ്പോൾ 1 മാർക്കിനും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ, അതായത് ട്രൈബൽസ് ഒക്കെ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം എവിടെയാണ് ട്രൈബൽസ് ജീവിക്കുന്നത്? ഊരിലാണ് അല്ലേ. അപ്പോൾ ഊരെന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി, അല്ലാതെ വലിയൊരു സെൻറ്റൻസ് ഒന്നും നിങ്ങൾ എഴുതിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യന് ജസ്റ്റ് ഒരു വേർഡ് എഴുതുക. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പോയിന്റ്സ് എഴുതുക. അതേപോലെ 3-4 മാർക്കിനുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ആരോ അല്ലെങ്കിൽ സ്റ്റാറോ ഒക്കെ ഇട്ടിട്ട്
എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 6 ആക്ടിവിറ്റീസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും ഉറപ്പുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ എക്സാമിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിത്തം തുടങ്ങുക. ഫസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, ബിക്കോസ് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.